കൂട്ടുകാരെ, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മത്തി മുളകിട്ട് വറ്റിച്ചത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: കാന്താരി മുളക്, മുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി, സവാള, പുളി പൊതിർത്തത്, വാളംപുളി. ഇത് കഴുകി വൃത്തിയാക്കിയ മത്തി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് പെരക്കി വെച്ചതാണ് കൂട്ടുകാർ കാണുന്നത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് സവാള മുറിച്ചെടുക്കാം. വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതാക്കി മുറിച്ചിടാം. ചെറുതായി കാന്താരി മുളക് അരിഞ്ഞിടാം. ഒരു 4-5 കാന്താരി മുളകാണ് അരിഞ്ഞിടുന്നത്. കൂട്ടുകാരെ, നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിന് ശേഷം സവാളയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചേർത്ത് നല്ലവണ്ണം മൂക്കാൻ വെക്കാം. തീ കുറച്ച് വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തീ കൂട്ടി വെച്ച് തിളക്കുമ്പോൾ തിളച്ച് വരുന്നുണ്ട് കൂട്ടുകാരെ. നല്ലവണ്ണം തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർക്കാം. ആവശ്യത്തിന് പുളി ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ സ്വാദിഷ്ടമായ മുളകിട്ട് വെച്ച മത്തിക്കറി റെഡി. മീൻകറി റെഡിയായി കൂട്ടുകാരെ. നമുക്കത് കപ്പയും കൂട്ടി തിന്നാലോ. വളരെയേറെ രുചിയോടുകൂടി കപ്പയിലൊക്കെ മീൻകറി കഴിക്കുന്നതുകൊണ്ടാണ്. സൂപ്പറായിട്ടില്ലേ കൂട്ടുകാരെ?